സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം സാഹചര്യങ്ങൾ മാറി. ഇപ്പോൾ ആരാ കേരളം ഭരിക്കുന്നത്? ലീഗുകാർ. എന്റെ പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിനുള്ളിൽ അറിയാതെ പറയുന്നില്ലേ, ഭരിക്കുന്നത് BJP ആണ്, RSS ആണ് എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോ ഒരു ലീഗിന്റെ സുഹൃത്ത് എന്റെ സീറ്റിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ ലീഗിന്റെ സുഹൃത്ത് സംസാരത്തിനിടയിൽ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ചെറിയ അമർഷമുണ്ട്. 2 മാസം. ഞാൻ എന്റെ സുഹൃത്ത് കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ലീഗിന്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം ചിരിച്ചത് മാത്രമേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല. ഈ പെരിന്തൽമണ്ണയിലും മലപ്പുറത്തെയും കണ്ണൂരിലെയും കോഴിക്കോട് ഉൾപ്പെടെയുള്ള ലീഗുകാരിപ്പോ ലീഗിന്റെ ഓഫീസിനകത്ത് അവരുടെ യോഗം തുടങ്ങുന്നതിന് മുന്നേ ആദ്യ അജണ്ട എന്നത് എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരയലാണ്. കാരണം ഭരണം എത്തിച്ചു കൊടുക്കുന്നത് RSSന്റെയും സംഘപരിവാരത്തിന്റെയും കയ്യിലാണ് എന്ന ബോധ്യം 2 മാസം കൊണ്ട് അവരിലുണ്ടായില്ല. എന്താ സതീശന്റെ ഈ 2 മാസത്തെ ഏറ്റവും വലിയ സംഭാവന? റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ നമ്മോട് ഒരു കണക്ക് പറയുണ്ടായി ഒരു 2 ആഴ്ച മുന്നേ. എന്താ അറിയോ? സതീശന്റെ പത്രസമ്മേളനത്തിലെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, അധികാരത്തിൽ വന്ന് 1.5 മാസം തികയുമ്പോ VD സതീശന്റെ ഏറ്റവും വലിയ സംഭാവന 1.5 മാസം കൊണ്ട് 18 അസത്യങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. 24 അർദ്ധസത്യങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. പച്ചക്കള്ളം വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടുണ്ടോ? പച്ചക്കള്ളം. 1.5 മാസേ ആയിട്ടുള്ളൂ. 1.5 മാസം 2 മാസം പൂർത്തീകരിക്കുമ്പോ പച്ചക്കള്ളങ്ങളുടെ പട്ടിക നീണ്ടു നിൽക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ കോൺഗ്രസ് നേതാവായ സതീശൻ അല്ല. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ കേരളത്തിലെ ജനതയോടാണ് മുഖ്യമന്ത്രിയായി സംസാരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ നാടിനകത്തുള്ളത്? ഈ നാടിൽ വിശ്വസിക്കാൻ പറ്റാത്ത നമ്പർ 1 ആരും ചോദിച്ചാൽ അതിന് ഉത്തരം VD സതീശൻ. ഇപ്പോ വീട്ടില് കുരുത്തക്കേട് കളിക്കുന്ന, തട്ടിപ്പ് പറയുന്ന മക്കളോട് അമ്മമാരിങ്ങനെ ഗുണദോഷിക്കുമല്ലോ. ഇന്നാളെ പോലെ ആവരുത്. ഇപ്പോ വീട്ടിൽ പച്ചക്കള്ളം പറയുന്ന മക്കളെ നോക്കി അമ്മമാര് പറയുന്നത്, സതീശന് പഠിക്കല്ലേ മക്കളെ, സതീശന് പഠിക്കല്ലേ മക്കളെ. പച്ചക്കള്ളമാണ് ഈ നാടിനോട് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. 1/2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.